ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ നോർമലി കേൾക്കാറുണ്ട് ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഡിപ്രഷൻ. ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു നോർമൽ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും, എന്നാൽ ഇത് അനുഭവിക്കാത്തവർക്കും അതേപോലെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കും ഇതെന്തോ ഒരു ഭ്രാന്തൻ അസുഖമായിട്ടോ അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു വെറുതെ കാണിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പം എന്താണ് ഈ അസുഖം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അസുഖം എന്നൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചികിത്സിക്കുന്ന സൈക്കോളജിസ്റ്റുമാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ഒരാളൊന്നുമല്ല ഞാൻ, പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇത് ഞാനങ്ങനെ നല്ലൊരു ക്രൂഷ്യലായിട്ടുള്ള എനിക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയൊന്നും എനിക്കിതുവരെ അൽഹംദുലില്ലാഹ് ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അതെന്താണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിന് എപ്പോഴും നമ്മളിപ്പോൾ പറയുമല്ലോ എനിക്കിപ്പോൾ എന്താ പ്രശ്നം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ ടെൻഷൻ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നന്നായിട്ടൊന്ന് കുലുക്കിയിട്ടുണ്ടാവും എങ്കിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അത് ഓൾമോസ്റ്റ് കുറേ പേർക്ക് ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയാറുണ്ട്, അതേപോലെ ആ സമയത്ത് വരാറുണ്ട് ഈ ആൻസൈറ്റിയുടെ ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് വരാറുണ്ട്. പിന്നെ ആൻസൈറ്റി ഒരുപാട് കഴിയുമ്പോഴാണ് നമ്മളതൊരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ വരാറുള്ളത്. അപ്പം ഈ ഒരു ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമ്മളത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു കാര്യത്തിൽ പറയാം. ഞാൻ ഏകദേശം കഴിഞ്ഞ വർഷം, അതായത് 2024 എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഒരു ഫുൾ ഒരു ലൈഫ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുന്നു എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആരാണ് എന്താണെന്നൊന്നും ആർക്കും അധികം അറിയുന്നുണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ആയിട്ട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എനിക്ക് ഈ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിൽ വരുന്നത് കഴിഞ്ഞ വർഷമാണ്, 2024. അതായത് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടായൊരു വർഷവും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചൊരു വർഷമാണ് 2024. അത് എല്ലാവർക്കും അങ്ങനെ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ ഏകദേശം ഇപ്പം ഇത്രയും ചെറുപ്പത്തിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 23-24 വയസ്സിൽ എനിക്ക് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ വിട്ടു പോയതാണ്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ റംലാനാണ്, അതേപോലെ കഴിഞ്ഞൊരു റംലാനായിരുന്നു ഉമ്മ ഞങ്ങളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുവരെ ഉമ്മാക്ക് അസുഖം ഉള്ളതൊരു 2-3 വർഷമായിട്ട് തന്നെ പാർക്കിൻസൺസ് ആയിരുന്നു ഉമ്മാക്ക്. അധികം പ്രായമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അസുഖം വന്ന ആ ഒരു വർഷം മുതലേ നമ്മൾ തന്നെയാണ് നോക്കുന്നൊക്കെ. പക്ഷെ എനിക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് ഞാൻ മറക്കുന്ന ഒരാളാണ്. ടെൻഷൻസ് കാര്യങ്ങളൊന്നും ഓവർ എൻ്റെ മനസ്സിൽ വെക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഈ ആങ്സൈറ്റി വരിക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മനസ്സിന് നല്ലൊരു അടി കിട്ടി എന്ന് വേണം പറയാൻ. അപ്പം കഴിഞ്ഞ വർഷം ഉമ്മ പോയതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു അവസ്ഥ നേരിടുന്നെന്ന് പറഞ്ഞാൽ ഇത് എന്താന്ന് പോലും അറിയില്ല. കാരണം ആ ഒരു ഇപ്പോൾ ഒരു 23-24 വർഷത്തിനിടയ്ക്ക് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഒന്നാമത് അതുവരെ ഇത്രയും വലിയൊരു വിഷമം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ഉണ്ടാവുമോ എന്നറിയാൻ അത്ര വലിയൊരു വിഷമം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു വിഷമമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മാൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം രാത്രി നമുക്ക് ഇത്തരം അവസ്ഥകൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുക രാത്രിയായിരിക്കും.
അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇപ്പം നമ്മൾ നോർമൽ പകൽ സമയങ്ങളിൽ നമ്മൾ നല്ല ആക്റ്റീവായിരിക്കും, എല്ലാവരുമായിട്ട് മിംഗ്ലിങ് ഉണ്ടാവും നമുക്ക്. പക്ഷെ രാത്രിയാണ് എപ്പോഴും നമ്മളിലേക്ക് ഒതുങ്ങുന്ന ഒരു സമയം വരുന്നത്. കൂടുതൽ ആരും കൂടെ ഇല്ലാതെ നമ്മളൊരു ഒറ്റപ്പെടുന്ന ഒരു ടൈം നമുക്ക് എപ്പോഴും രാത്രിയാണ് വരിക. ആ ഒരു ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളറിയാതെ അത് നമ്മുടെ ഉപബോധ മനസ്സിലെത്തും. അതുകൊണ്ടാണ് ഇത്തരം അവസ്ഥകളൊക്കെ നമ്മൾ രാത്രി കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ രാത്രി ഉമ്മ മരിച്ചതിന് ശേഷം ഒരു 40 ദിവസമൊക്കെ ആയി എന്നാണ് എനിക്കന്ന് ഓർമ്മ. അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു രാത്രി ഞാൻ ഇങ്ങനെ കിടന്നപ്പം അന്ന് എൻ്റെ സിസ്റ്റർ ഉണ്ട് കൂടെ. അപ്പം സിസ്റ്ററോട് ഞങ്ങൾ എന്തോ ഇങ്ങനെ സംസാരിച്ച് കിടക്കുന്നിടയിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഭാഗത്തായിട്ടൊരു ബുദ്ധിമുട്ട്. നമ്മളെ ശ്വാസം വിടുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പ്രത്യേകിച്ച് എനിക്ക് ശ്വാസം കിട്ടാതെ ഇങ്ങനെ ശ്വാസം മുട്ടലൊന്നും വരുന്നില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു ബുദ്ധിമുട്ട് ചെസ്റ്റിൽ, എന്തോ എനിക്ക് ഓക്കെ അല്ലേ, എൻ്റെ ബ്രീത്തിങ് ഓക്കെ അല്ലേ എന്നൊരു ചിന്ത ഇങ്ങനെ. അപ്പം ഞാൻ ഇവരോട് സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ശ്വാസം എടുത്ത് ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പൊ സമയം രാത്രി 11-12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ സംസാരിച്ച് കിടക്കുകയാണ്. അപ്പം അന്ന് ആ ഒരു ഇതിന് ശേഷം ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 40 ദിവസമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ ഭയങ്കര അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് ആകെ ആ ഒരു ഇതിലായിരുന്നു. അതിനുശേഷം എനിക്കിങ്ങനെ ഒരു ഫീല് വരുന്നത്. പക്ഷെ അന്ന് ഞാൻ ഉറങ്ങി. ആ ഒരു കുറച്ച് സമയം എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായാലും അന്ന് ഉറങ്ങി. ഞാനത് മൈൻഡ് ചെയ്തില്ല, കാരണം ഇത്രയും വർഷമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ അന്നത് മൈൻഡ് ചെയ്യാതെ ഞാൻ ഉറങ്ങി പിറ്റേ ദിവസം ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടു. കാരണം അങ്ങനെ ഒരു അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകളാണ് നമുക്ക് ഒന്നും കൂടി ഇത് കൂട്ടുന്നത്. അന്ന് ആ ഒരു രാത്രി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഞാനത് വിട്ടു, അങ്ങനെ ഒരു കാര്യം വിട്ട് പിറ്റേ ദിവസം വേറെ എൻ്റെ നോർമൽ ലൈഫിലേക്ക് തന്നെ ഞാൻ പോയി. അന്ന് ഞാൻ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ ബസ്സിലിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു, ഇന്നലെ രാത്രി എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നു, അങ്ങനെ ഒരു കാര്യം ഓർമ്മ വന്നു. പക്ഷേ പിന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ട് പിന്നെ അങ്ങനെ തോന്നിയിട്ടുമില്ല. പിന്നെ അത് ഞാൻ വീണ്ടും വിട്ടു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാത്രി, അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, അവിടുന്ന് ഒരു ദിവസം രാത്രി ഇതേപോലെ ഞാൻ കിടന്നിങ്ങനെ ഫോണിൽ എന്തോ നോക്കിയിരിക്കുന്ന സമയത്ത് സെയിം പോലൊരു ഫീലിംഗ് എനിക്ക് തോന്നി. ശ്വാസം ഓക്കെ അല്ലേ, ശ്വാസം ഫീൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ഇങ്ങനെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അവർക്കിത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് പറയുമ്പോൾ എന്തോ നമ്മളെ തോന്നലാണെന്ന് പറയും. പക്ഷെ ആക്ച്വലി ഇതൊരു തോന്നലല്ല, ഇത് നമുക്കിങ്ങനെ നോർമലി വരുന്നതാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മനസ്സിനെ. അതിൽ നിന്ന് നമ്മളെ ബോഡിയെ രക്ഷിക്കുക അല്ലെങ്കിൽ നമ്മളെ മനസ്സിനൊന്ന് റീഫ്രഷ് ചെയ്യുക, നമ്മളെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ആങ്സൈറ്റി തോന്നിയിട്ടുള്ളത്. അപ്പം അന്ന് രാത്രി എനിക്ക് രണ്ടാമതും ഈ ഒരു ഫീല് വന്നപ്പോൾ ഞാൻ കിടന്നോടുന്ന് എണീറ്റ് അപ്പോൾ നോർമലായിട്ട് നടന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഇത് വരുന്നത്, എന്താണ് എനിക്ക് പ്രശ്നം എന്ന് എനിക്ക് തന്നെ അപ്പോഴാണ് ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാനും എനിക്കൊരു പേടി എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ ഫുഡ് കഴിക്കാൻ രാത്രി ഇരുന്നപ്പോഴും, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും നോർമലില്ല ശ്വാസം വിടില്ല, അത് നമ്മളിങ്ങനെ വലിച്ചെടുക്കൂലല്ലോ. പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുക ഒന്ന് ദീർഘശ്വാസം എടുക്കണം, എന്തോ ചെസ്റ്റിലൊരു ഹോള് വന്ന് അടഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു ഭാരം പോലെയോ. ഒന്ന് ദീർഘശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റ് ആകെ ഒരു ശ്വാസം കൊണ്ട് നിറയും, വായു കൊണ്ട് ഇങ്ങനെ നിറയുമ്പോൾ ഒരു സുഖമാണ്, അപ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പം ഞാൻ ഈ ഫുഡ് കഴിക്കുന്ന ഇടയിലും ഇങ്ങനെ ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കതിന് ഓക്കെ ആവണില്ല, ദീർഘശ്വാസം എടുത്തിട്ടും എൻ്റെ ചെസ്റ്റ് ഓക്കെ ആവണില്ല, എനിക്ക് നിറയാത്ത പോലൊരു ഫീല്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒറ്റ എണീറ്റ് ഞാൻ പോയൊന്ന് മുഖം കഴുകി. എന്താണ് ഈ ഫീൽ എന്ന് മനസ്സിലാവണില്ല. ഞാൻ പോയൊന്ന് മുഖം കഴുകി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. അന്നത്തെ ദിവസവും കഴിഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം മുതൽ പൊതുവേ ഞാൻ എൻ്റെ ബോഡി അല്ലെങ്കിൽ അസുഖങ്ങൾ അങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് കോൺഷ്യസ് ആണ്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഫീല് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളത് വിടും. രണ്ടാമത്തെ തവണയും തോന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്താണെന്നറിയാം. എനിക്ക് പെട്ടെന്ന് ഓടിയത് വല്ല ശ്വാസം മുട്ടലാണ്. പക്ഷെ ഇത്രയും വർഷമായിട്ട് അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും എന്തും എപ്പോഴും വരാലോ. അപ്പോൾ വല്ല ശ്വാസം മുട്ടൽ എന്തെങ്കിലും ആണോ എന്ന് തോന്നിയത്. ഞാൻ പിന്നെ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്, ഇടയ്ക്കര ഒരു ലാബ് ടെക്നീഷ്യനും കൂടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാബിൽ പോയിട്ട് ECG നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് എന്തെങ്കിലും ശ്വാസത്തിന് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ECG ആണ് നമ്മൾ നോർമലി ഒന്ന് എടുത്ത് നോക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു ECG എടുത്തു. ECG എടുത്തിട്ട് നമ്മളടുത്തപ്പുറം തന്നെ നമുക്കൊരു പൾമനോളജി ഒരു ഡോക്ടർ ഉണ്ട്, ഈ ശ്വാസകോശത്തിൻ്റെ ഒക്കെ. അപ്പോൾ ഡോക്ടറെ തന്നെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. കാരണം നമുക്ക് സംശയങ്ങൾ മനസ്സിൽ വെച്ച് ഒരിക്കലും നിൽക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നാലും ഇത് ആൻസൈറ്റി ആണെന്ന് വിചാരിച്ച് നിൽക്കുകയും ചെയ്യരുത്.
കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ കറക്റ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആങ്സൈറ്റി എന്നുള്ളൊരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. അതായത് ആദ്യം തന്നെ എനിക്ക് ഇത് ആങ്സൈറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും ചെസ്റ്റിൻ്റെ എക്സ്റേ കൂടി എടുക്കാൻ പറഞ്ഞു. ഇനി വല്ല കഫ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആസ്മ ശ്വാസമുട്ടൽ എന്തെങ്കിലും ആണെങ്കിൽ അതും അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ പോയി ഒരു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേയിലൊന്നും കുഴപ്പമില്ല, നോർമലാണ്. ECGയും നോർമലാണ്. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ECGയിലും നോർമലാണ്, എക്സ്റേയിലും നോർമൽ, പിന്നെ എന്താണ് പ്രശ്നം ഇതെനിക്കറിയില്ല. അപ്പം പൾമണോളജിൻ്റെ ഡോക്ടർ പറഞ്ഞത് ഒന്ന് PFT ചെയ്ത് നോക്കാം. PFT എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശം ഓക്കെയാണോ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊതി നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് ചില സ്ഥലത്ത് ക്യാമ്പായിട്ടാണ് ഉണ്ടാവുക, അവിടെ പോയി ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആ PFTക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് വേറൊരു ദിവസം അതിന് പോയി ചെയ്തു. അതിൻ്റെ ഇടയിലൊന്നും പിന്നെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാത്രി അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്കൊന്ന് ദീർഘശ്വാസം വിടണം. അത് അങ്ങനെ ഒരു അവസ്ഥയാണ്, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം ഞാൻ പിന്നെ പോയി PFT ചെയ്തപ്പോഴും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനിങ്ങനെ നമ്മൾ എന്തും വന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, യൂട്യൂബ്. അപ്പോൾ അതേപോലെ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അടിച്ച് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഓരോ സൈക്കോളജിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടത്. ഇങ്ങനെ ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് നല്ല രീതിയിലുള്ളൊരു വിഷമം ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും എന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതിന് പകരം ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് പോയി കാണിച്ചത്. കാരണം ഇതിനെക്കുറിച്ച് അധികം അറിയില്ല, നമുക്ക് ആരെ കാണിക്കണം എന്താണ് എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു. സൈക്കാട്രിസ്റ്റ് പറഞ്ഞത് ആങ്സൈറ്റി ഇഷ്യൂ തന്നെയാണ്, ഗുളിക കുടിക്കണം എന്ന് പറഞ്ഞു. ഗുളിക കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ ഒന്ന് ബേജാറായി. കാരണം ഗുളിക എന്നൊക്കെ പറയുമ്പോൾ സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 80% ആൾക്കാർക്ക് ഒന്ന് ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അല്ലാതെ ഇതിൽ ഒരുപാട് രീതികളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഗുളിക കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഗുളിക അതിന് കുടിക്കണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ആങ്സൈറ്റിയാണ് ഇഷ്യൂ, അപ്പം നമ്മളെക്കൊണ്ട് അത് കെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെയാണ്, ഫൈൻ. അല്ലെങ്കിൽ നമുക്കൊന്ന് ഗുളിക കുടിച്ച് നോക്കാം, ഒരാഴ്ച ഒരു ഗുളിക കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരാഴ്ച ഗുളിക കുടിച്ചു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് കൂടുതലുള്ള പ്രത്യേകിച്ച് എനിക്ക് ഓക്കെ. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഓവർ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പക്ഷെ നോർമലി എൻ്റെ നിത്യജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉള്ള കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോടെങ്കിലും നമുക്കൊരു സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയേണ്ട ഒരു സാഹചര്യമൊക്കെ വരുമ്പം എനിക്കിങ്ങനെ തോന്നും ഒന്ന് ദീർഘശ്വാസം എടുത്ത് വിടാം. ഞാൻ കൂടുതലും എൻ്റെ ചെസ്റ്റിലേക്കും എൻ്റെ ശ്വാസത്തിലേക്കും ശ്രദ്ധിക്കും. അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ചില പ്രവാസികൾക്ക് അതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ ഇത് കുറച്ചും കൂടി ക്രൂഷ്യലായിട്ട് തീരെ ശ്വാസം കിട്ടാത്ത രീതിയിൽ ബുദ്ധിമുട്ടി മയങ്ങി വീഴുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കൊന്നും എനിക്ക് എത്തിയിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊരു ദീർഘശ്വാസം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഫീൽ ചെയ്യും, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഒരു ആഴ്ച ഞാൻ ഗുളിക കുടിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനിടക്കാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സൗദിയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 2024 ഇത് നടക്കുന്നതല്ല കേട്ടോ, ഒരു ജൂലൈയിലാണ് സൗദി പോകുന്നത്. അപ്പം എനിക്ക് വീണ്ടും ടെൻഷൻ. അതെന്തിനാണെന്നറിയോ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ റൂമിലാണ്, ഒറ്റയ്ക്കാണ്. പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, അല്ലെങ്കിൽ ഇത് ഓവറായി. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് കാണുമ്പോൾ പാനിക് അറ്റാക്ക് വന്ന് ബോധം കെട്ട് വീഴുന്നതും അങ്ങനത്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തുമോ, അവിടുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനും പറ്റൂല, എന്താ ആകെ കൂടി എനിക്ക് ടെൻഷൻ രണ്ടാമതും. കാരണം എന്തൊക്കെയാണ് ആവുക എന്നുള്ളൊരു ടെൻഷനാണ് രണ്ടാമതും. ശ്വാസകോശത്തിൻ്റെ ഡോക്ടറെ കാണിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു, ഓവറായിട്ട് എനിക്ക് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഇടയ്ക്കൊരു ദീർഘശ്വാസം എടുക്കാൻ അങ്ങനെ തോന്നും, ആ ഒരു ഫീലുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ സൗദിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എങ്ങാനും കുറച്ച് കൂടുതലായിട്ട് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എനിക്കൊരു ഇൻഹേലർ തന്നു. അത് ഓവർ ഡോസോ കാര്യങ്ങളോ ഒന്നുമുള്ള ഇൻഹേലർ അല്ല, പക്ഷേ എന്തെങ്കിലും ഓവർ ബുദ്ധിമുട്ട് വന്നാൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ഇൻഹേലർ തന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ എനിക്ക് ഓക്കെയാണ്, ഒരു ഇൻഹേലർ എൻ്റെ കയ്യിലുണ്ട്, അഥവാ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സാണ് കൂടുതൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം എനിക്ക് ആ ടെൻഷൻ മനസ്സിൽ സത്യം പറഞ്ഞാൽ പോയി. പക്ഷെ ആ ഇൻഹേലർ ഇപ്പം വീണ്ടും നോമ്പായി, ഏകദേശം ഒരു 8-9 മാസമായി ആ ഇൻഹേലർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതുവരെ ഞാനത് ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴും എനിക്ക് ടെൻഷൻ വരുമ്പോൾ ദീർഘശ്വാസം എടുക്കാൻ തോന്നിയാലും ഇൻഹേലർ യൂസ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല.
മനസ്സിലായി. അപ്പം നമ്മുടെ മനസ്സാണ് ഇവിടെ എല്ലാം സാഹചര്യമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ സൗദിയിൽ പോയതിനു ശേഷം ഞങ്ങളൊരു ഉംറക്ക് പോയപ്പം പിന്നെയും ഒന്നും കൂടി സമാധാനം. ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ വിഷമവും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായ ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ള ഒരാഗ്രഹമായിരിക്കും ഒന്ന് ഉംറക്ക് പോകണം എന്നുള്ളത്. അത് എനിക്ക് സാധ്യമായിട്ടുള്ളൊരു വർഷമാണ്. അതേപോലെ എല്ലാവർക്കും ഉള്ള ഒരാഗ്രഹമായിരിക്കും നമ്മളെ പാരൻസ്, നമ്മുടെ ഉമ്മ. അതെനിക്ക് നഷ്ടപ്പെട്ട ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു നഷ്ടം ഒരു ഉംറ ചെയ്തപ്പോൾ ഭയങ്കര രീതിയിൽ മാറി. ആ ഒരു ടെൻഷൻ, ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ രീതിയിലും എനിക്ക് മാറിയ ഒരു വർഷം കൂടിയാണ് എന്ന് പറയാം. അങ്ങനെ ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം പിന്നെ ഓക്കെ ആയി. എനിക്ക് ഈ ഒരു ടെൻഷൻ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോയി തുടങ്ങി. ഈ ആൻസൈറ്റീൻ്റെ ഒരു ഇഷ്യൂ എനിക്കുണ്ട് എന്നുള്ളൊരു ടെൻഷൻ, സന്തോഷം, അത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ഒരു കുന്നുണ്ടെങ്കിൽ ഒരിറക്കം എന്തായാലും നമുക്കുണ്ടാവും. ഹാപ്പി ആണെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആവില്ല. ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്ന പോലെ സങ്കടമാണെങ്കിലും പേടിക്കേണ്ട, ആ സങ്കടം നമുക്ക് മാറും. സന്തോഷമാണെങ്കിൽ ഓവർ സന്തോഷിക്കേണ്ട, ആ സന്തോഷം മാറും. അപ്പം അതാണ് നമ്മുടെ ലൈഫ്. അപ്പം എനിക്കുണ്ടായ ഒരു ആൻസൈറ്റി, ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതേപോലെ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പിന്നെ ഡോക്ടറെ കാണിക്കാനൊന്നും പോയിട്ടില്ല. എനിക്ക് ഓവർ അതിനോടൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പിന്നീട്. കാരണം ഞാനത് മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞു. ഒരു 1-2 പ്രാവശ്യമാണ് ഞാനത് നന്നായിട്ട് ഫീൽ ചെയ്തത്. പക്ഷെ പിന്നെ അതിന് ശേഷം നോർമലൈസ് ആയി. ഞാൻ അതിനോട് മനസ്സായിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടു അത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ടെൻഷൻ വന്നാൽ എനിക്കൊന്ന് ദീർഘശ്വാസം എടുത്ത് വിടാനുള്ള ഒരു ഫീല് തോന്നും. ജസ്റ്റിൽ എന്തോ നമുക്കൊരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഫീല്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കത് അങ്ങനെയായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കിടക്കും. അപ്പോൾ നമുക്കൊന്നും കൂടി ശ്വാസം എടുത്ത് വിടുമ്പോൾ ഒരു സമാധാനം, ഒരു സുഖം കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ കട്ട് ചെയ്യാതെയാണ് ഈ വീഡിയോ ഇടുന്നത്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുത്ത് വിടുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലും ഉണ്ടാവും. അല്ലാതെ നോർമലി നിൽക്കുന്ന സമയത്ത് ഈ കാര്യം വിടും, നമുക്കിങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ഓവർ ടെൻഷൻ വരുമ്പോഴൊക്കെ ഒരു ദീർഘശ്വാസം എടുക്കാനോ ഒന്ന് ഓക്കെ ആവാൻ ഇങ്ങനെ ഒരു ഫീല് തോന്നും. അപ്പം അതാണ് ഈ ആൻസൈറ്റിയുടെ ഒരു സ്റ്റാർട്ടിങ് ഇതെന്ന് പറഞ്ഞപ്പം എൻ്റെ പോലെ നിങ്ങൾക്കിപ്പോൾ ഇത് ചികിത്സയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ നോർമലൈസ് ചെയ്ത് പോകണം എന്നില്ല. ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണിക്കുക. സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതിൽ ഹോമിയോയിലും നല്ല ചികിത്സ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിലമ്പൂരാണുള്ളത്. ഇവിടെ ചന്തക്കുന്ന് ഒരു ശരത്ത് ഡോക്ടർ ഉണ്ട്. ഞാനിതുവരെയും പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പോവേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ശരത്ത് ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാണ് ഇതിനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് സൗദിയിൽ പ്രവാസിയായിരുന്നു. അവിടെ നിന്ന് അതുപോലെ തീരെ ശ്വാസം കിട്ടാത്ത പോലെ ഒരു ബുദ്ധിമുട്ട് അവസ്ഥയൊക്കെ വന്നിട്ട് നാട്ടിലേക്ക് വന്ന് അവിടെ കാണിച്ചു. ഒരു 1-2 സിറ്റിംഗ് അതോടുകൂടി ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഹോമിയോയിലും നല്ല മരുന്നും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. പിന്നെ നമ്മുടെ മനസ്സാണ് മെയിൻ മരുന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൗദിക്ക് പോകുന്ന സമയത്ത് ആ ഇൻഹേലർ വാങ്ങി ബാഗിൽ വെച്ചതാണ് എൻ്റെ സമാധാനം. ഇനി എനിക്കൊന്നും കുഴപ്പമില്ല, ഇനി എനിക്കൊന്നും ഉണ്ടാവില്ല, ഇതെൻ്റെ കയ്യിലുണ്ട്. അവിടെ ചെന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിൽ നമുക്ക് ഓക്കെ ആണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ആ ചിന്ത നമുക്ക് വരൂല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചിന്ത വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ വേറൊരാൾക്ക് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റൂല. മനസ്സിലായി നമ്മൾ എന്തിനാണ് ഈ ദീർഘശ്വാസം എടുക്കുന്നത്? അല്ലെങ്കിൽ ചില സമയത്ത് വരുന്നത് നമുക്കങ്ങനെ കോട്ടും ഇടാൻ തോന്നും. ഇപ്പം രാത്രിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കോട്ടും ഇടാൻ തോന്നുന്ന സമയങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരുന്നു. കാര്യം പെട്ടെന്ന് നമ്മൾ മനസ്സിൽ നിന്ന് മാക്സിമം വിടുക. പിന്നെ ചെയ്യേണ്ടത് മാക്സിമം എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നമ്മൾ രാത്രി എന്തുകൊണ്ടാണ് നമുക്കിത് വരുന്നത്? നമ്മൾ രാത്രി കൂടുതൽ ഒറ്റയ്ക്കാവുന്നതുകൊണ്ടാണ്. അപ്പം ആ ഒരു ടൈം മാക്സിമം കുറക്കുക. അപ്പോൾ രാത്രി അല്ലെങ്കിലും പകൽ സമയത്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫീൽ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും പറയണം. ഇങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് മാക്സിമം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഇപ്പം ഒരു 4 വർഷം മുന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് വീഡിയോ ഇട്ട് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി ഞാൻ നിർത്തിയതാണ്. രണ്ടാമത് പിന്നെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സൗദിയിലിരിക്കുന്ന സമയത്താണ്, ഇപ്പോൾ കഴിഞ്ഞ വർഷം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു കാരണമായിരുന്നു. എൻ്റെ ഒരു മെൻറ്റാലിറ്റി മാറ്റണം, എൻ്റെ ഒരു ആലോചന അല്ലെങ്കിൽ ടെൻഷൻ വരുന്ന കാര്യങ്ങളായിട്ട് ഒഴിവാക്കുക. മാക്സിമം എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, വോയിസ് കൊടുക്കുക, ഇതൊക്കെ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. നമുക്കെപ്പോഴും എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അത് നമുക്കെപ്പോഴും നല്ലതാണ് ഇത്തരം ഒരു അവസ്ഥയിൽ. ഇപ്പം എന്തായാലും ഞാൻ ഓക്കെയാണ്. ഈ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ദീർഘശ്വാസം എടുക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ പിന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു സാഹചര്യം പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക. കാരണം ഓവർ നമ്മളിത് ശ്രദ്ധിക്കാതെ നീട്ടി കൊണ്ടുപോയാൽ പിന്നെ അത് ഡിപ്രഷനിലേക്കും ഓരോ ഇതിലേക്കും മാറും. നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മളിത് ട്രീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം അതിന് നിൽക്കണ്ട. കാര്യം പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ എൻ്റെത് ആൻസൈറ്റി ആണെന്ന് വിചാരിച്ച് ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോഴേക്കും ഓടണ്ട.
ഫസ്റ്റുള്ള ECG, PFT, എക്സ്റേ, ചില ആൾക്കാർക്ക് എക്കോ വരെ എടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ ECG ഒക്കെ എടുക്കാൻ 50 വയസ്സോ 40 വയസ്സോ ഒന്നും ആവണ്ട. അതിന് മുന്നേ തന്നെ എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഇപ്പം ഹാർട്ടിനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി എല്ലാവരും ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുഭവങ്ങളും ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുക. പിന്നെ ആങ്സൈറ്റി എന്ന് പറയുന്നത് വെറും ശ്വാസത്തിന് ബുദ്ധിമുട്ട് മാത്രമല്ല കേട്ടോ വരിക. നമുക്ക് കയ്യിന് വിറയൽ, ബുദ്ധിമുട്ട്, ക്ഷീണം, ഉറക്കം വരെ, ചില ആൾക്കാർക്ക് തീരെ ഉറക്കം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇതിന് വരാറുണ്ട്. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെങ്കിലും ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഇത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല, ഇത് ഒരു അസുഖമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക, ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം മൈൻഡിൽ നിന്ന് ഒഴിവാക്കി. ഇവിടെ ഒരു മാക്സിമം ഒരു 6 മാസമൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിക്കോളും. പിന്നെ എന്തും നേരിടാനുള്ള ഒരു മനസ്സ് നമ്മളെപ്പോഴും കൊണ്ടു നടക്കുക. ഹാപ്പി ആകുമ്പോൾ എപ്പോഴും ഹാപ്പി ആവില്ല, സാഡ് ആണെങ്കിൽ എപ്പോഴും സാഡും ആവില്ല. ആ കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇതാരോടും പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതല്ലെങ്കിൽ ഒരു അസുഖമൊന്നും ആവില്ല, എൻ്റെ തോന്നലാവും എന്നൊക്കെ വിചാരിച്ച ആരോടും പറയാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വൈഫിനോ ഹസ്ബൻഡിനോ കുട്ടികൾക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ പറയുമ്പോൾ കളിയാക്കാൻ നിൽക്കാതെ അവരെ കൂടെ നിൽക്കുക, അവർക്ക് ധൈര്യം കൊടുക്കുക. മാക്സിമം അതിൽ നിന്ന് അവരൊന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക. മാക്സിമം അവർക്ക് ഹാപ്പി ആയിട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.